ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നമ്മളുടെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അതാണ് ഗെയിനിങ് ആക്സസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മളപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് റിക്കവർ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ്? നമ്മൾ നമ്മുടെ കാലി ലിനക്സ് മെഷീൻ യൂസ് ചെയ്ത് നമ്മുടെ ടാർഗറ്റായ മെറ്റസ്പ്ലോയിറ്റബിൾ എന്ന മെഷീൻ്റെ മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തല്ലേ. പക്ഷേ ആദ്യം ഓർക്കുക, നമ്മൾ ആദ്യം ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് ഈ മെറ്റസ്പ്ലോയിറ്റബിൾ എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതെന്താണ് മെഷീൻ, എന്ത് മെഷീനാണ്, അതിലെന്തൊക്കെയാണ് വൾണറബിലിറ്റീസ് ഉള്ളത്, ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജായ ഇൻഫർമേഷൻ ഗ്യാതറിങ് ചെയ്തു. നമ്മൾ പല ടൂളുകൾ ഉപയോഗിച്ചു. വാർഡ് വെബ് ടൂൾ ഉപയോഗിച്ച് എന്ത് ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. നെറ്റ് ഡിസ്കവർ ടൂൾ യൂസ് ചെയ്ത് അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. എൻമാപ്പ് ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ പോർട്ടാണ് ഓപ്പണ്, അതേപോലെ തന്നെ TCP, സിൻസ്കാന്, കണക്ട് സ്കാന്, സ്ക്രിപ്റ്റ് സ്കാനൊക്കെ യൂസ് ചെയ്ത് അതിലേതൊക്കെ പോർട്ട് ഓപ്പണ്, ഏതൊക്കെ സർവീസാണ് റൺ ആവുന്നത്, അത് ഏത് വേർഷനാണ്, അങ്ങനെ ആ വേർഷനിൽ വൾണറബിലിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കർ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഫേസസ് ആയ ഇൻഫർമേഷൻ ഗ്യാതറിങ്, സ്കാനിങ്, അതേപോലെ തന്നെ വൾണറബിലിറ്റി അനാലിസിസ്, ഇത് മൂന്നും നമ്മൾ ഇതുവരെയുള്ള വീഡിയോകൾ വഴി കവർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ, നമ്മൾ ഒരു അറ്റാക്കറാണ്, നമ്മൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ഫേസസ് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ IP അഡ്രസ് എന്താണെന്ന് കണ്ടുപിടിച്ചു, അതേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അവിടെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Windows 10 ആണ്, പക്ഷേ അതൊരു ഔട്ട്ഡേറ്റഡ് ആയ വേർഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ എൻമാപ്പ് യൂസ് ചെയ്ത് ഏതൊക്കെ പോർട്ടാണ് ഓപ്പണ്, ഏതൊക്കെ പോർട്ടാണ് ക്ലോസ്ഡ്, ഏതൊക്കെ പോർട്ടാണ് ഫിൽറ്റേർഡ് എന്ന് കണ്ടുപിടിച്ചു. അതിലൊരു ഓപ്പൺ പോർട്ടിൽ ഒരു വൾണറബിൾ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് നമ്മൾ ഗ്യാദർ ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊക്കെയായിരിക്കും? ഇത് രണ്ടുമായിരിക്കും അല്ലേ. ഔട്ട്ഡേറ്റഡ് ആയ വിൻഡോസ് വേർഷനും അതേപോലെ തന്നെ വൾണറബിൾ ആയ സോഫ്റ്റ്വെയർ റണ്ണാവുന്ന ഓപ്പൺ പോർട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്കിനി എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇത് നമ്മൾ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും? നമ്മൾ വൾണറബിലിറ്റി അനാലിസിസ് സെക്ഷനിൽ പഠിച്ചിരുന്നു. ഒരു ഓപ്പൺ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ വൾണറബിലിറ്റിയുടെ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി. പക്ഷെ അപ്പോഴും നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അല്ലേ. നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതായത് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറയുന്നു, നമ്മുടെ ടാർഗറ്റിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ എക്സ്പ്ലോയിറ്റ് എന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ട്? അപ്പോൾ എക്സ്പ്ലോയിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർവീസ് കണ്ടുപിടിച്ചു, അതിൻ്റെ വേർഷൻ ഔട്ട്ഡേറ്റ് ആണ് കണ്ടുപിടിച്ചെങ്കിൽ അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ വൾണറബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ ഒരു പേലോഡ് സെൻഡ് ചെയ്ത് ആ വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് പേലോഡ് എന്നുള്ളത്? പേലോഡ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മളൊരു വൾണറബിലിറ്റിയെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഫുൾ ആക്സസ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈ പേലോഡ് സെൻഡ് ചെയ്തിട്ടാവും അതെടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ കാലി ലിനക്സ് മെഷീൻ ഇരുന്നുകൊണ്ട് ഒരു ടാർഗറ്റിൻ്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ആക്സസ് കിട്ടണമെങ്കിൽ നമുക്ക് കാണാം, നമ്മളൊരു പേലോഡ് അങ്ങോട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ ആ പേലോഡ് ആ സിസ്റ്റത്തിലെത്തി അവിടെ എക്സിക്യൂട്ടായി. ശേഷം അതവിടെ പറയുകയാണ്, കണക്ട് ടു ദാറ്റ് മെഷീൻ ആൻഡ് അലോ ഇറ്റ് ടു എക്സിക്യൂട്ട് കമാൻഡ് ഓൺ യുവർ സിസ്റ്റം. അതായത് ഈ ടാർഗറ്റ് മെഷീനെ അറ്റാക്കറിൻ്റെ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് അറ്റാക്കർ കൊടുക്കുന്ന എല്ലാ കമാൻഡും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം എന്നാണ് പേലോഡ് അവിടെ പോയി എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഈ അറ്റാക്കർ എന്ത് ചെയ്യും? ഓരോ കമാൻഡ് ഇവിടെ ഇരുന്നുകൊണ്ട് സെൻഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹുവാമൈ എന്ന് ആ പേലോഡിൻ്റെ സഹായത്തോടെ അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ പേലോഡ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ടാർഗറ്റിൻ്റെ ഹുവാമൈ എന്ന കമാൻഡിനുള്ള മറുപടി തിരിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ ഇരുന്നുകൊണ്ട് മെറ്റസ്പ്ലോയിറ്റബിൾ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ ടെർമിനൽ നമുക്ക് ഈ അറ്റാക്കർ ഇരുന്ന് കൺട്രോൾ ചെയ്യും. അതാണ് ഈ പേലോഡിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ കമാൻഡും കാര്യങ്ങളും നമ്മളെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന പേലോഡുകളുടെ പേരാണ് ഷെൽ എന്നുള്ളത്.
ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന ക്രിട്ടിക്കൽ വൾനറബിലിറ്റിയെക്കുറിച്ച്. ഇത് മോസ്റ്റ് കേസിൽ നടക്കുന്നത് ഈ ഒരു ഷെൽ എന്ന പേലോഡിൻ്റെ സഹായത്തോടെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അറ്റാക്കർ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ആ പേലോഡ് യൂസ് ചെയ്ത് ആ സെർവറിൽ പോയിട്ട് നമ്മുടെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അറ്റാക്കറുണ്ട്, അയാൾക്ക് 2 ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് എ, ടാർഗറ്റ് ബി. ടാർഗറ്റ് എക്ക് ഓപ്പൺ പോർട്ടിൽ ഒരു വൾനറബിൾ സോഫ്റ്റ്വെയർ റൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്യാം. എൻമാപ്പ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് പോർട്ട് ഓപ്പൺ ആണോ ഇല്ലെന്ന് കണ്ടുപിടിക്കാം. ശേഷം സർവീസ് സ്കാൻ ചെയ്തിട്ട് സർവീസ് കണ്ടുപിടിക്കാം. ശേഷം അതിൻ്റെ വേർഷൻ വെച്ച് സെർച്ച് ചെയ്തിട്ട് വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ശേഷം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പേലോഡ് വഴി നമ്മുടെ ആ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് ബി നമുക്ക് കാണാം. ഈ ടാർഗറ്റ് ബി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വൾനറബിലിറ്റി ഇല്ലാത്ത ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ പേലോഡ് ആ ടാർഗറ്റ് ബി എന്ന ആളെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. ഇവിടെ നമ്മൾ അതേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടാർഗറ്റ് എയുടെ കേസിൽ നമുക്ക് ജസ്റ്റ് ആ പേലോഡ് അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മാത്രം മതി. അത് അവിടെ പോയി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഈ കേസിൽ ടാർഗറ്റ് ബി ഫുള്ളി സെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ ടാർഗറ്റ് ബി യൂസ് ചെയ്യുന്ന ആളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അയക്കുന്ന പേലോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്നാണ് ഇമെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെജിറ്റിമേറ്റ് മെയിൽ, അതായത് കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ഇമെയിൽ പോലെ ഇരിക്കുമെങ്കിലും അതിനകത്ത് ഒരു ഇമേജ് ഫയൽ ഉണ്ടാവും. ആ ഇമേജ് ഫയലിൽ നമ്മൾ ഈ പേലോഡ് കൂടെ വെച്ചിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കും. അയാൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത മെയിലായിരിക്കും. പക്ഷേ അത് തുറക്കുമ്പോൾ ആ ഇമേജ് ഷോ ആവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പേലോഡ് ഓൾസോ എക്സിക്യൂട്ട് ആവും. അങ്ങനെ പേലോഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അറ്റാക്കറിന് ആ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കിട്ടും, അയാൾ അറിയുക പോലും ചെയ്യാതെ. ഇതാണ് വൺ ഓഫ് ദി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഫിഷിങ്, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നും പറയും. അതായത് യൂസറെ മാനിപ്പുലേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഒരു ടെക്നിക്കാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അറ്റാക്കറിന് ആ വ്യക്തിയുമായിട്ട് നല്ല അടുത്ത് പരിചയമുള്ള ആളാണെങ്കിൽ ഒരു USB വഴി ഈ പേലോഡ് അയാളുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഓൾസോ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ റിസ്ക് ഫാക്ടറാണ്. കാരണം ഇത് അറ്റാക്കർ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇമെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത് ആ യൂസർ തന്നെ ചെയ്യുന്ന കാര്യമാണ്, അയാൾ അറിയുക പോലും ചെയ്യാതെ. അപ്പോൾ ഇങ്ങനെയാണ് 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വൾനറബിലിറ്റി അവൈലബിൾ ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ പേലോഡ് ജസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പോയി ഔട്ട്ഡേറ്റഡ് വേർഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങോട്ടുള്ള ആക്സസ് കിട്ടും. പക്ഷേ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. അതായത് ആ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളെ മാനിപ്പുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് 2 കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കേസും വർക്കായില്ലെങ്കിലും പേടിക്കേണ്ട, നമ്മുടെ വേറെയും ട്രിക്ക് ഉണ്ട്. അതാണ് ഒരു വലിയ ഫ്രെയിം വർക്ക് എന്ന് തന്നെ പറയും. നമ്മളത് വരുന്ന വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പഠിക്കും. അതാണ് മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വലിയ ഫ്രെയിം വർക്കാണ്. അവിടെ ധാരാളം 1000-ലധികം എക്സ്പ്ലോയിറ്റ്സ് അവൈലബിൾ ആണ്. നോൺ വൾനറബിലിറ്റിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം എക്സ്പ്ലോയിറ്റുകൾ അവൈലബിൾ ആയ ഒരു ഫ്രെയിം വർക്കാണ് ഈ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, എന്താണ് എക്സ്പ്ലോയിറ്റ്, എന്താണ് പേലോഡ്, എങ്ങനെയാണ് ഒരു അറ്റാക്കർ ഒരു വിക്ടിമിനെ പേലോഡ് യൂസ് ചെയ്ത് ഫുൾ ആക്സസ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫുൾ തിയററ്റിക്കലായിരുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളിനി വരുന്ന വീഡിയോകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.